ഓരോ ആളുകളും ഓരോ രീതിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ രീതി വേറെയാണ്, ലക്ഷ്മിയുടെ രീതി വേറെയാണ്, ഇവരുടെ രീതി വേറെയാണ്, നിങ്ങളുടെ രീതി വേറെയാണ്. ലക്ഷ്മിയെ പെർഫോം ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു, യൂസഫ് ഭായിയുടെ അടുത്ത് പോയി ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു. എനിക്കറിയില്ലത് എന്താണ് അതില്. ഞാൻ ആക്ച്വലി അതെ ഈ പെർഫ്യൂം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അപ്പോഴാണ് വിശ്വസിക്കുന്നത്. കാര്യം ഈ ഒരു പെർഫ്യൂമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരാളുടെ മണമൊക്കെ എടുത്ത് ചെയ്യാൻ ഞാനത് യൂസഫ് ഭായിനെ എനിക്ക് നേരിട്ട് അറിയാൻ പാടില്ല. ഞാൻ അന്നാണ് യൂസഫ് ഭായിയുടെ അക്കൗണ്ട് പോയി ശ്രദ്ധിക്കുന്നത്. ഇയാള് അയ്യോ ഇത്രയൊക്കെ സെറ്റപ്പാണോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് എന്താ സംഭവം. പിന്നെ ലക്ഷ്മി അത് യൂട്യൂബിലിട്ടത് എന്താന്ന് എനിക്ക് അറിയാൻ പാടുള്ളൂ, അത് ലക്ഷ്മിയോട് ചോദിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോ എന്ത് ചെയ്താലും അതിപ്പോ ഈ പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ സദക്ക ചെയ്താലും ഞാൻ പഠിച്ച കിതാബില് സദക്ക എന്ന് പറഞ്ഞാല് അതിപ്പോ എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്നല്ല, സദക്ക എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുക. അതിപ്പോ എന്ത് കൊടുത്താലും അത് ഇടം കൈ വലം കൈ അറിയാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചേക്കണേ. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാൻ പാടില്ല അവരെ ചെയ്തെന്താണ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വേറെ ആരെങ്കിലും അറിയിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ പേഴ്സണലായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. എന്തായാലും അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായി. ഇപ്പോൾ ഇനിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിവത് കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമുക്ക് അനുമോളുടെ ആ ഒരു റിയാക്ഷൻ കാണാൻ പറ്റും. പുള്ളിക്കാരത്തി മാക്സിമം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് പല ആൾക്കാർക്കും അതൊരു ഉപയോഗമാകട്ടെ എന്നുള്ള രീതിയിൽ ആണ്, അതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രമാണ് ലക്ഷ്മി അതൊരു വീഡിയോ പബ്ലിഷ് ചെയ്തേ എന്നുള്ള രീതിയിൽ പറയുന്നത്. എനിക്ക് ബേസിക്കലി അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് മാത്രമല്ല അതിന് മുന്നത്തെ ഈ പെർഫ്യൂമിൻ്റെ വീഡിയോ വിട്, അതിന് മുന്നത്തുള്ള വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു പോയി കണ്ടു നോക്കുക. കാര്യം കറക്റ്റ് സീരിയൽ പോലെ കോപ്പി ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് പല ഇമോഷൻസും കരച്ചിലും എല്ലാത്തിൻ്റെയും ഇടയിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുത്തിക്കയറ്റി ഭയങ്കര കാണുമ്പോൾ ഫുള്ളി ഒരു കോമഡി പോലെയാണ് അത് ഫീൽ ചെയ്യണത്. ബോധം ഇവരുള്ളവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അത് കാണുമ്പോഴത്തേക്ക്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.